സർ, RSS ശതാബ്ദി ആഘോഷം അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെക്കുകയാണ്. ഇന്ത്യൻ കറൻസിയിൽ ആദ്യമായിട്ടാണ് ഭാരതാംബയുടെ ഫോട്ടോ ആലേഖനം ചെയ്തിരിക്കുന്നത്. അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഔപചാരികമായി പ്രദർശിപ്പിക്കുകയും ചെയ്തു. അതിനുശേഷം വന്ന വിവരങ്ങളാണ്. പലരും പല രീതിയിലാണ് അതിനെ വിമർശിക്കുന്നത്. ഇന്ത്യൻ ഘടനയുടെ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ നഗ്നമായ ലംഘനം എന്നൊക്കെയാണ് കോൺഗ്രസും പ്രതിപക്ഷവും ഉൾപ്പെടെയുള്ളവർ വിമർശിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ വിമർശനങ്ങൾക്ക് അല്ലെങ്കിൽ ഇതിന്റെ ഇത്തരത്തിൽ നൽകുന്ന പ്രചാരണങ്ങൾക്കൊക്കെ എന്തെങ്കിലും പ്രസക്തിയുണ്ടോ? നീതു, ഇതിനെക്കുറിച്ച് പറയാനുള്ളത്, ഈ രാജ്യത്തെ പക്ഷം അല്ലെങ്കിൽ ഭരണകക്ഷികൾ അതിൻ്റെ നേതാക്കൾ എന്ത് ചെയ്താലും നമ്മുടെ നാട്ടിൽ വിചിത്രമായ വാദങ്ങൾ അതിനെതിരായിട്ട് വരാറുണ്ട്. ഇത്തവണ അത് ഇപ്പം തുടങ്ങിയൊന്നുമല്ല, പണ്ട് തുടങ്ങിയുള്ള സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇത് വന്നപ്പോൾ സ്വാഭാവികമായും അതിനെതിരെയുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുക എന്നുള്ളത് സാധാരണഗതിയിൽ സംഭവിക്കുന്നതാണ്. പക്ഷെ അതിനകത്ത് ഒരു ലോജിക് ഉണ്ടോ എന്ന് നമുക്കൊന്ന് ഒരു നിഷ്പക്ഷമായി ചിന്തിച്ചു നോക്കാം. ഈ നിഷ്പക്ഷത തീരുമാനിക്കേണ്ടത് ഇത് കേൾക്കുന്നവരാണ്, അല്ലാതെ നമ്മൾ പറയുമ്പോൾ ചിലപ്പോൾ ചിലർക്ക് അപ്പോഴും പ്രശ്നം തോന്നാം. എന്തായാലും ഈ രാഷ്ട്രീയ സ്വയം സേവക് സംഘം അല്ലെങ്കിൽ RSS എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന രാഷ്ട്രീയ സ്വയം സേവക് സംഘം 1925 ഡോക്ടർ KB ഹെഡ്ഗേവാറാണ് സ്ഥാപിച്ചത്. അതുകൊണ്ട് തന്നെ ഇപ്പോ ഈ 2025 അതിന് 100 വർഷം തികയുന്നു. ഈ 2025 100 വർഷം പൂർത്തിയാക്കിയപ്പോൾ ഇന്ത്യൻ സർക്കാർ പ്രത്യേകമായിട്ട് ഒരു 100 രൂപയുടെ സ്മാരക നാണയവും ഒരു സ്മാരക സ്റ്റാമ്പും പുറത്തിറക്കി. അപ്പൊ ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്, ഭാരതമാതാവിന്റെ ചിത്രം നേരത്തെ നീത് പറഞ്ഞ പോലെ ആദ്യമായി ഇന്ത്യൻ നാണയത്തിലും സ്റ്റാമ്പിലും പ്രത്യക്ഷപ്പെടുന്നു എന്നുള്ളത്. ഇത് ഒരു ചരിത്രപരമായ സംഭവമായിട്ടാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. തീർച്ചയായിട്ടും ഇതിന് പിന്നാലെ വിമർശനങ്ങളും വിവാദങ്ങളും ഉണ്ടാകുന്നു എന്നുള്ളത് സത്യമാണ്. എന്താണ് ആ വിവാദങ്ങളെന്ന് പരാമർശിച്ച് പോയിട്ട് നമുക്കതിനെ എതിരെ പറയാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഈ മതേതര രാഷ്ട്രത്തിൽ ഭാരതമാതാവിന്റെ ചിത്രം എന്നുള്ളതാണ് ഒരു വിമർശനം. ഭാരതമാതാവ് ഒരു മതചിഹ്നമാണ്, അത് നാണയത്തിലിടുന്നത് ഭരണഘടനാ മൂല്യങ്ങൾക്ക് വിരുദ്ധമാണ്. ഇതാണ് ഒരു വാദം. RSSനെ ഔദ്യോഗികമായി അംഗീകരിക്കുന്നത് ശരിയാണോ എന്നുള്ളതാണ് അടുത്തത്. ചിലർ ചോദിക്കുന്നത്, RSS ഒരു സ്വകാര്യ സംഘടനയല്ലേ, സർക്കാർ സ്റ്റാമ്പിലും നാണയത്തിലും അവർക്ക് സ്ഥാനം നൽകുന്നത് ന്യായമാണ്. CPI-M പറയുന്നത് ചരിത്രം തെറ്റിദ്ധരിക്കപ്പെടുന്നു എന്നാണ്. അതായത് RSSന്റെ വിവാദ ഭാഗങ്ങളെ മറച്ചുവെച്ച് RSSനെ ദേശ സേവകരുടെ സംഘടന എന്ന് മാത്രം ചിത്രീകരിക്കപ്പെടുന്നത് ശരിയല്ല എന്നത്. മറ്റൊന്ന്, RSS സ്വാതന്ത്ര്യ സമരത്തിൽ വലിയ പങ്ക് വഹിച്ചിട്ടില്ല എന്ന ആരോപണമാണ്. അടുത്തത്, അഞ്ചാമത്തത്, ഈ ന്യൂനപക്ഷങ്ങളെ അകറ്റുന്ന ഒരു പ്രതീകമാണ് ഇത് രണ്ടും. അതായത് ഭാരതമാതാവിന്റെ ചിത്രം മതപരമായി കാണുന്നവർക്ക് ഒരു ഒറ്റപ്പെടൽ ഉണ്ടാക്കുമെന്ന ഒരു വിമർശനമാണ്. ഇതില് അഞ്ചാമത്തതിനോട് ഞാൻ ഒരുപക്ഷെ യോജിക്കും. അതൊഴിച്ച് ബാക്കിയെല്ലാം തികച്ചും തെറ്റാണ്, ചരിത്രപരമായി തെറ്റാണ് എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഫാക്ച്വലായിട്ട് വസ്തുതാപരമായി തെറ്റാണ് എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. എന്താണ് ഭാരതമാതാവിന്റെ പ്രസക്തി എന്നൊന്ന് നമുക്ക് ചിന്തിച്ചു നോക്കാം. ഇതിന്റെ ചരിത്ര പശ്ചാത്തലം എടുക്കുകയാണെങ്കിൽ, ഈ ഭാരതമാതാവ് എന്ന ആശയം വന്നത് ഇപ്പോഴൊന്നുമല്ല, 19-ാം നൂറ്റാണ്ടിൽ തന്നെ അത് ഉയർന്നു വന്നിരുന്നു. ബങ്കിം ചന്ദ്രന്റെ ആനന്ദമഠ എന്ന നോവൽ വന്ദേ മാതരം എന്ന ഗാനം ഭാരതമാതാവിനെ രാജ്യത്തിന്റെ രൂപത്തിൽ ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത് അപ്പോഴാണ്, 19-ാം നൂറ്റാണ്ട്. ആനന്ദമഠ എന്ന നോവൽ വന്ദേ മാതരം എന്ന ഗാനത്തിലാണ് ഈ ഭാരതമാതാവ് എന്ന സങ്കല്പം ആദ്യമായി അവതരിപ്പിക്കുന്നത്. ഈ സ്വാതന്ത്ര്യ സമരത്തിൽ ഈ ഭാരതമാതാവിന്റെ ചിത്രം ദേശസ്നേഹത്തിന്റെ പ്രതീകമായി പോസ്റ്ററുകളിലും പതാകകളിലും ഉപയോഗിച്ചിരുന്നു എന്നുള്ളതും വസ്തുതയാണ്, ചരിത്രപരമായ വസ്തുതയാണ്. ഇനി അടുത്ത, ഭാരതമാതാവ് ഒരു ഹിന്ദു ദേവതയാണോ എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നില്ല ഒരു ഹിന്ദുവും ഭാരതമാതാവിനെ ഹിന്ദു ദൈവമായി അംഗീകരിക്കുന്നുവെന്ന്. ഒരു ദേവതയെ തൻ്റെ ദേവതയെ പോലെ കാണുന്നു എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. പക്ഷെ അത് ഒരു ഹിന്ദു ഒരു അമ്പലത്തിലും പോയിട്ട്, സാധാരണ അമ്പലങ്ങളിൽ പോയിട്ട് ഭാരതമാതാവിന് അമ്പലമുണ്ടെന്നുള്ളതും മറ്റൊരു വസ്തുതയാണ്. പക്ഷേ സാധാരണ ഒരു ഹിന്ദു അവന്റെ നിത്യ ജീവിതത്തിൽ
പ്രാർത്ഥിക്കുന്നത് ഭാരത മാതാവിനോടല്ല എന്നുള്ളതാണ് ഫാക്ട്. അതായത് അതിൻ്റെ ഈ ആധ്യാത്മിക തലത്തിൽ അങ്ങനെയല്ല ആരാധിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഇനി എപ്പോഴാണ് ഹിന്ദു ഭാരത മാതാവിനെ ആരാധിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ മാതൃഭൂമിയുടെ പ്രതീകമായിട്ട് മാത്രമാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ യൂറോപ്പിൽ ബ്രിട്ടാനിയ എന്ന് പറയുന്നത് ഒരു ഇതുപോലുള്ള ഒരു സിമ്പലാണ്. ജർമ്മനിയിൽ ജർമേനിയ എന്ന് പറയുന്നത് ഇതുപോലുള്ള ഒരു സിമ്പലാണ്. ഫ്രാൻസിൽ മരിയാനെ എന്ന് പറയുന്നതും ഇതുപോലുള്ള ദേശീയ പ്രതീകമാണ്. അതായത് ബ്രിട്ടനിൽ ബ്രിട്ടാനിയ എന്ന് പറയുന്നതും ജർമ്മനിയിൽ ജർമേനിയ എന്ന് പറയുന്നതും ഫ്രാൻസിൽ മരിയാനെ എന്ന് പറയുന്നതും പോലെയാണ് ഭാരതത്തിൽ ഭാരതാംബയെ അല്ലെങ്കിൽ ഭാരത മാതാവിനെ അവതരിപ്പിച്ചിട്ടുള്ളത്. അവിടെയും ആ രാജ്യങ്ങളിലും ഇത്തരം ദേശീയ പ്രതീകങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. ഇതൊക്കെ ആർക്ക് വേണമെങ്കിലും ഇന്റർനെറ്റ് നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ അതിനാൽ ഈ നാണയത്തിലെ ഭാരത മാതാവ് ദേശീയ സ്നേഹത്തിന്റെ പ്രതീകമാണ്, അല്ലാതെ മതചിഹ്നമല്ല എന്നുള്ളത് ഇനിയെങ്കിലും കണ്ണ് തുറന്ന് ചെവി തുറന്ന് ആളുകൾ തിരിച്ചറിയാൻ ശ്രമിക്കണം. ഇനി RSSന്റെ കാഴ്ചപ്പാട് എന്താണ്? RSS ശാഖകളിൽ തീർച്ചയായിട്ടും പതിവായി ഭാരത മാതാവിനെ വന്ദനം ചെയ്യുന്നുണ്ട്. അതും ദേശത്തിന്റെ പ്രതീകമാണ്. ദേശമാണ് എല്ലാം, രാഷ്ട്രമാണ് എല്ലാം എന്ന് വിശ്വസിക്കുന്ന ഒരു സംഘടനയ്ക്ക് അത് ചെയ്യുവാനുള്ള എല്ലാ അവകാശവുമുണ്ട്. ഭാരത മാതാവ് RSSന് ദേശീയ ഏകത്വത്തിന്റെയും സാംസ്കാരിക അഭിമാനത്തിന്റെയും പ്രതീകമാണ്. അതുകൊണ്ടാണ് അവർ ഭാരത മാതാവിനെ ആരാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് RSSന്റെ 100ാം പിറന്നാളിൽ ഈ ഭാരതാംബയുടെ ചിത്രത്തിന് പ്രസക്തി വരുന്നത്. ഇനി നമ്മൾ ഈ പറയുന്നത് പോലെ ഈ RSS വെറുക്കപ്പെടേണ്ട സംഘടനയാണ്. ഇതിപ്പം മാർക്സിസ്റ്റ് പാർട്ടിക്ക് പറയാം, കോൺഗ്രസിന് പറയാൻ പറ്റുമെന്ന് എനിക്ക് സംശയമാണ്. ഞാൻ അതിലേക്ക് തിരിച്ചു വരാം. ഈ RSSന്റെ സംഭാവനകൾ എന്തൊക്കെയായിരുന്നു? ഉള്ള പ്രധാനപ്പെട്ട സംഭാവനകളെ കുറിച്ച്, അതായത് ഇത്തരം ഒരു നാണയം ഇറക്കാനും സ്റ്റാമ്പ് ഇറക്കാനും ഉള്ള യോഗ്യത RSSന് ഉണ്ടോ എന്നൊന്ന് ചിന്തിക്കണം. 1947 ഈ പാർട്ടീഷന്റെ കാലത്ത് വലിയ സാമൂഹിക സേവനമാണ് ശരിക്കും പറഞ്ഞ RSS ചെയ്ത്. അതായത് അഭയാർത്ഥികൾക്ക്, പാകിസ്ഥാനിൽ നിന്ന് എല്ലാം നഷ്ടപ്പെട്ടു വന്ന അഭയാർത്ഥികൾക്ക് RSS നൽകിയ സഹായം, അല്ലാതെ മറ്റവരെ അടിച്ചോടിക്കുകയല്ല, RSS നൽകിയ സഹായം എന്ന് പറയുന്നത് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ 1971 ബംഗ്ലാദേശ് യുദ്ധകാലത്ത് ബംഗ്ലാദേശിൽ നിന്ന് ധാരാളം ഹിന്ദുക്കൾ അവിടെ നിന്ന് എല്ലാം നഷ്ടപ്പെട്ട് ഇന്ത്യയിലേക്ക് വരികയുണ്ട്. അവർക്ക് ചെയ്ത സഹായം വളരെ വലുതാണ്. മാത്രമല്ല, ഭാരതത്തിൽ ഭൂകമ്പം ഉണ്ടാകുമ്പോഴും വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോഴും വലിയ ചുഴലിക്കാറ്റുകൾ ഉണ്ടാകുമ്പോഴും എല്ലായിടത്തും RSS പ്രവർത്തകർ രക്ഷാപ്രവർത്തനത്തിൽ എന്നും മുന്നിലുണ്ടായിരുന്നു. ഇത് മലയാളികൾക്ക് അറിയാത്തതാണോ എന്ന് ചോദിച്ചാൽ അല്ല. പിന്നെ ഈ നമ്മൾ പറയുന്ന പോലെ ഉറങ്ങുന്നവരെ ഉണർത്താം, ഉറക്കം നടിക്കുന്നവരെ ഉണർത്താൻ പറ്റുമോ എന്ന് സംശയമാണ്. ഈ രാജ്യത്ത് ഏകദേശം 60,000-ത്തിലധികം RSSന്റെ ശാഖകൾ പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഒരു വലിയ സത്യമാണ്. അതിനിപ്പം മറ്റുള്ളവർ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും അതൊരു വലിയ സത്യമാണ്. ഈ RSS യുവാക്കളെ നിയമാനുസൃതവും ദേശസ്നേഹമുള്ളവർ പൗരന്മാരായിട്ട് വളർത്തുന്നത് അത് അവരുടെ പ്രഖ്യാപിത ലക്ഷ്യമാണ്. RSS ഒരിക്കലും ഒരു രാഷ്ട്രീയ സംഘടനയല്ല. RSSന് ചില സങ്കല്പങ്ങളുണ്ട്, ദേശത്തെക്കുറിച്ച് ചില സങ്കല്പങ്ങളുണ്ട്. ആ സങ്കല്പങ്ങൾ ഒരുപക്ഷെ ഇപ്പോഴത്തെ രാഷ്ട്രീയ കക്ഷികൾക്ക്, പണ്ടുണ്ടായിരുന്ന രാഷ്ട്രീയ കക്ഷികൾക്ക് അത് നേടിയെടുക്കാനാകുമോ എന്ന് സംശയം വന്നപ്പോൾ അവർ ഒരു രാഷ്ട്രീയ സംഘടനയ്ക്ക് രൂപം നൽകി എന്നുള്ളതും സത്യമാണ്. അതാണ് ഇന്നിപ്പോ കാണുന്ന BJP. ആ ലക്ഷ്യത്തിൽ ഇപ്പൊ BJPയെ, അതായത് ഈ സംഘപരിവാർ നമ്മൾ പറയില്ലേ, ഈ സംഘപരിവാറിന് അനേകം ഘടകങ്ങളുണ്ട്. സാമൂഹ സേവനം ചെയ്യാൻ, രാഷ്ട്രീയ സേവനം ചെയ്യാൻ, വിദ്യാർത്ഥികൾക്ക് വേണ്ടി, അങ്ങനെ പലതിനും, വിദ്യാഭ്യാസത്തിന് വേണ്ടി, ഇങ്ങനെ പലതിനും ധാരാളം ഉപഘടകങ്ങളുണ്ട്. അതാണ് സംഘപരിവാർ എന്ന് പറയുക. അതില് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ വേണ്ടി അവർ സങ്കല്പിച്ചിട്ടുള്ള ഒന്നാണ് BJP. ഇതും വലിയൊരു സത്യമാണ്. അവർ അതിനുവേണ്ടി അവരുടെ ആളുകളെ BJPക്ക് നൽകാറുണ്ട് എന്നുള്ളതും സത്യമാണ്. അങ്ങനെ വന്ന ഒരാളാണ് ഇപ്പോ ഇന്ത്യ ഭരിക്കുന്നത്. ഇതുപോലെ തന്നെ ധാരാളം പേർ, ഇപ്പൊ പൊളിറ്റിക്സിൽ ഇരിക്കുന്ന ധാരാളം പേർ RSSന്റെ BJPക്കുള്ള സംഭാവനയാണ്. അതും നിഷേധിച്ചിട്ട് കാര്യമില്ല. ഇനി വിദ്യാഭ്യാസ രംഗം നോക്കുകയാണെങ്കിൽ വിദ്യാഭാരതി വരെ
ആയിരക്കണക്കിന് സ്കൂളുകൾ പ്രത്യേകിച്ച് ഗ്രാമങ്ങളിലും ഗിരിജന മേഖലകളിലും നടക്കുന്നു എന്നുള്ള സത്യവും നമ്മൾ കാണാതെ പോകാൻ പാടില്ല. 1,00,000-ലധികം വിദ്യാർത്ഥികളാണ് ഈ RSSന്റെ സ്ഥാപനങ്ങളിൽ ഇന്ന് പഠിക്കുന്നത്. മാത്രമല്ല, ഇപ്പൊ സാമൂഹിക ഐക്യത്തിന്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കേവർക്കും പ്രിയപ്പെട്ട ഭീംറാവു അംബേദ്കർ RSSന്റെ ശാഖ സന്ദർശിച്ചിട്ടുണ്ട്. അവിടെ വെച്ച് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ വളരെ പ്രസക്തമാണ്. ഇവിടെ ഞാൻ ജാതി വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരുമിച്ചിരിക്കുന്നതായി കണ്ടു. നമുക്കറിയാം, ഇന്ത്യയിലെ ഒരു വലിയ ദുരന്തവും നടക്കാൻ പാടില്ലാത്തതൊന്നുമായാണ് ജാതി വഴിയുള്ള വിഭജനം. ഒരുപക്ഷെ അതിനെ പൂർണ്ണമായും എതിർത്ത് ജാതിക്കതീതമായി എല്ലാവരും ഒരേ രീതിയിൽ ഒരേ സ്ഥലത്ത് പ്രവർത്തിച്ച ഒരു പക്ഷേ ഉള്ള ആദ്യത്തെ സംഘടനയാണ് RSS എന്നുള്ളത് നാം മറക്കരുത്. ഈ ജാതി മത വ്യത്യാസങ്ങൾക്ക് മറികടക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുള്ള ഒരു സംഘടനയാണ് RSS. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. നമ്മുടെ DGP ആയിരുന്ന ക്രിസ്ത്യാനിയായിരുന്ന ജേക്കബ് തോമസ് RSSൽ ഗണവേഷം അണിഞ്ഞ് പ്രത്യക്ഷപ്പെട്ടത്. അതെങ്കിലും പലരുടെയും കണ്ണ് തുറപ്പിക്കേണ്ടതാണ്. ഇനി ഈ ദേശീയ സുരക്ഷയ്ക്കുള്ള സംഭാവന നമുക്കറിയാം. കാർഗിൽ യുദ്ധത്തിൽ ധാരാളം രക്തദാന ക്യാമ്പുകളും സഹായ പ്രവർത്തനങ്ങളും അവർ നടത്തിയിട്ടുണ്ട്. സൈനികർക്ക് യുദ്ധത്തിൽ അല്ലാത്ത സമയത്തും പിന്തുണ നൽകുന്ന അനേകം പ്രവർത്തനങ്ങൾ. ഇനി ആ സ്റ്റാമ്പിൽ കാണുന്നത് എന്താണ്? RSS സ്വാതന്ത്ര്യ ദിന പരേഡിൽ പങ്കെടുക്കുന്നതാണ്. എന്താണ് അതിന്റെ പശ്ചാത്തലം? 1963 റിപ്പബ്ലിക് ഡേ പരേഡിലാണ്, സ്വാതന്ത്ര്യദിന അല്ല, റിപ്പബ്ലിക് ഡേ പരേഡിലാണ് RSSനെ പ്രത്യേകം ക്ഷണിക്കപ്പെട്ടത്. എന്തായിരുന്നു അതിന്റെ പശ്ചാത്തലം? 1962 ചൈന യുദ്ധകാലത്ത് RSS സ്വയം സേവകർ സൈന്യത്തിന് വലിയ സഹായങ്ങൾ നൽകുകയുണ്ടായി. അഭയാർത്ഥി ക്യാമ്പ്, നമ്മളറിയാം, നമ്മൾ ഇന്ത്യ തോറ്റിട്ടുള്ള ഒരേ ഒരു യുദ്ധമാണത് ചൈനയുമായിട്ട്. അവിടെ ധാരാളം അഭയാർത്ഥി ക്യാമ്പുകൾ സ്ഥാപിച്ചു. ഭക്ഷണം, വസ്ത്രം, മരുന്ന് അവർ അവിടെ കൊണ്ടെത്തിക്കുകയും അതിർത്തിയിലെ സൈന്യത്തിന് ആവശ്യമായ സാധനങ്ങൾ എത്തിച്ചു നൽകുന്നതിലും RSS നൽകിയ സംഭാവന അതിമഹത്താണ്. അതിനുള്ള സർക്കാരിന്റെ അംഗീകാരം എന്ന നിലയിലാണ് അന്നത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു RSS നടത്തിയ സേവനങ്ങളെ അംഗീകരിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് 1963 റിപ്പബ്ലിക് ഡേ പരേഡിൽ RSS പ്രവർത്തകരെ പങ്കെടുക്കുവാൻ ഔദ്യോഗികമായി സൈന്യത്തിന്റെ അനുമതിയോടെ ക്ഷണിച്ചത്. ഇത് RSSന് ലഭിച്ച ദേശീയ അംഗീകാരത്തിന്റെ തെളിവാണ്. എന്തായാലും നെഹ്റുവിനെ ഇവരാരും, ഈ കോൺഗ്രസ്സുകാർ തള്ളി പറയും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ കോൺഗ്രസ്സുകാർക്ക് അത് പറയാനുള്ള യാതൊരു അവകാശവുമില്ലെന്ന് പറയുന്നു. അതേപോലെ തന്നെ വീര സവർക്കറുടെ സ്റ്റാമ്പ് ഇന്ദിരാഗാന്ധിയുടെ സമയത്ത് പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പം എന്താണ് തെളിയിക്കുന്നത്? RSS വെറും ഒരു സാംസ്കാരിക സംഘടനയല്ല, ദേശത്തിന്റെ സുരക്ഷയ്ക്കും ഐക്യത്തിനും സംഭാവന ചെയ്ത, അതിന്റെ ചരിത്രമുള്ള, അത് ഔദ്യോഗികമായി ഒരു BJP അല്ലാത്ത കോൺഗ്രസ് സർക്കാർ വലിയ ബുദ്ധിമുട്ടോടുകൂടിയാണെങ്കിലും അംഗീകരിച്ച ഒരു സംഘടനയാണ്. ഇനി നമ്മൾ മനസ്സിലാക്കണം, ഈ RSSനെ ഇപ്പോഴത്തെ BJP സർക്കാർ അംഗീകരിച്ചില്ലെങ്കിൽ പിന്നെ ആരംഗീകരിക്കും? 100 വർഷത്തെ സേവനത്തിനുള്ള അംഗീകാരമാണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. RSS ചെയ്ത സാമൂഹിക സാംസ്കാരിക സേവനങ്ങൾക്ക് സർക്കാർ, പ്രത്യേകിച്ച് BJP ഭരിക്കുന്ന സർക്കാർ അംഗീകാരം നൽകുന്നത് വളരെ സ്വാഭാവികമാണ്. ഭാരതമാതാവ് മതചിഹ്നമല്ല എന്ന് അവർ തന്നെ പലവട്ടം അത് ഊന്നി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് ഈ ന്യൂനപക്ഷങ്ങളെ ഇളക്കി വിടാൻ വേണ്ടിയാണ് അതൊരു മതചിഹ്നമാണെന്ന് ഈ ഇടതുപക്ഷങ്ങളും കോൺഗ്രസും പറയുന്നത് എന്നുള്ളതാണ് അതിന്റെ സത്യം. ഇനി ഈ പലപ്പോഴും ചരിത്രത്തിൽ RSSന്റെ സംഭാവനകളെ ബോധപൂർവം അവഗണിച്ചിരുന്നു എന്നുള്ളത് സത്യമാണ്. കാരണം സ്വാഭാവികമായും ഇവിടെ ഭരിച്ചിരുന്നത് കോൺഗ്രസും സംസ്ഥാനങ്ങളിൽ ഭരിച്ച, നമുക്കറിയാം, കേരളത്തിൽ തന്നെ ഇവരെന്തോ ഒരു വലിയ വിഷജന്തുക്കളാണ് എന്നുള്ള രീതിയിലാണ് ഇതിന്റെ പ്രചാരണം. കോൺഗ്രസും കാരണം അവരെ അടുപ്പിക്കാതിരിക്കാനാണ് എപ്പോഴും ആദ്യം നോക്കിയത്. പക്ഷെ ഇന്നിപ്പം ആളുകൾക്ക് കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങി. അത് ഞാൻ നേരത്തെ പറഞ്ഞ, അതാണ് ജേക്കബ് തോമസ് IPSനെ പോലുള്ളവർ അതിലേക്ക് കടന്നു വന്നതിന്റെ കാര്യം. ഈ നെഹ്റു തന്നെ 1963 അംഗീകരിച്ചപ്പോ കോൺഗ്രസ്സുകാർക്ക് ഇപ്പം എന്താണ് പറയുവാനുള്ളത്? അപ്പൊ അത് അത്തരം ഒരു വലിയ സംഘടനയ്ക്ക്
വലിയ ലോകത്തിലെ തന്നെ ഒരുപക്ഷെ ഏറ്റവും വലിയ അത്തരം ഒരു സംഘടനയ്ക്ക് 100 വർഷം പറയുമ്പോൾ അതിന്റെ അംഗീകാരം നൽകുക എന്നുള്ളത് ഈ BJP അല്ല ഉണ്ടായിരുന്നെങ്കിൽ പോലും, കോൺഗ്രസ് ആയിരുന്നു ഭരിച്ചിരുന്നെങ്കിൽ പോലും ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പൊ അതാണ് ഇതിന്റെ ഒരു പ്രാഥമികമായിട്ട് എനിക്ക് പറയാനുള്ളത്. ഇനി ഇതിനകത്ത് നീതു വല്ലതും ചോദിക്കുകയാണെങ്കിൽ എന്റെ അറിവനുസരിച്ചുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. ഇല്ല, എന്തായാലും വ്യക്തമാണ് വിനോദ് സാർ. പക്ഷേ ഈ രീതിയിലേക്കാണ് ചർച്ചകൾ ചൂടുപിടിക്കുന്നത്. ഇന്ത്യ ചെയ്യാൻ പാടില്ലാത്തത് എന്തോ കേന്ദ്ര സർക്കാർ ചെയ്തു, അല്ലെങ്കിൽ കാലാകാലങ്ങളായി ഇതായിരുന്നു ഇവരുടെ ഉള്ളിലിരിപ്പ് എന്ന തരത്തിലാണ് കോൺഗ്രസ് ഇതിനെ നിശ്ചിതമായി വിമർശിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. അപ്പോഴാണ് അവരുടെ ഉള്ളിലിരിപ്പ് അത് എന്തുകൊണ്ടാണ് RSS അല്ലെങ്കിൽ സർക്കാർ ഇത്തരത്തിൽ RSSനെ ചേർത്ത് പിടിക്കുന്നത് എന്ന് ചോദിച്ചതിനുള്ള വ്യക്തമായ ഉത്തരമാണ് വിനോദ് സാർ നൽകിയത്.